പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ബ്ലോക്ക് തലത്തിൽ നടത്തിവരുന്നതാണ് ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സർവീസ് ക്യാമ്പ്. എറണാകുളം അസിസ്റ്റന്റ് കൃഷി എഞ്ചിനീയർ അനൂറെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാമ്പ് നടത്തിയത്. കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന സർവീസ് റിപ്പയർ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഓരോ ജില്ലാ തലത്തിലുമുള്ളതാണ്. അതിൻ്റെ നൂതനമായ ഒരു സ്കീമാണ് ഫാം ടു മെക്കനൈസേഷൻ എന്നതിൽ നമ്മൾക്ക് 1000 രൂപ വരെയുള്ള സ്പെയർ പാർട്സ് കാർഷിക യന്ത്രങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നതായിരിക്കും. കൂടാതെ റിപ്പയർ നമ്മുടെ തന്നെ മെക്കാനിക്കുകൾ ചെയ്യുന്നതുകൊണ്ട് അതും സൗജന്യമാണ്. മേജറായിട്ടുള്ള റിപ്പയർ ആണെങ്കിൽ അതിൻ്റെ 25% സ്പെയർ പാർട്സ് നൽകുക. ഈ ഒരു പദ്ധതിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലവിൽ പലയിടങ്ങളിലും കാർഷിക യന്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് കുറച്ചുപയോഗിച്ച് ഒരു കേടായി കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ തന്നെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ക്യാമ്പുകളിലേക്ക് അത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് നൽകാവുന്നതാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. നിങ്ങളുടെ കൃഷിഭവൻ രേഖപ്പെടുത്തി അപേക്ഷ ഫോറം ഇവിടും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുൻകൂട്ടിയാണെന്നുണ്ടെങ്കിൽ കൃഷിഭവനുകൾ വഴി ലഭ്യമാണ്. അത് പൂരിപ്പിച്ചിട്ട് നമ്മളുടെ സർവീസ് ക്യാമ്പിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നൂതനമായ പദ്ധതി വഴി 20 സർവീസ് ക്യാമ്പുകളാണ് മൊത്തത്തിൽ നമ്മുടെ ജില്ലയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ 14ാമത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ നല്ല തോതിലുള്ള റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കർഷകർക്ക് പ്രയോജനമായി എന്ന് പറയാവുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി സർവീസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെറ്റിൽഡ മൈക്കിൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ സിന്ധു പി ജോസഫ്, കാർഷിക വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂറെ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ സി, എസ് ശ്രീകുമാർ, രാകേഷ് കെ ടി, ബെർണാഡ് കടുദൂസ്, കൃഷ്ണൻ കെ എന്നിവർ സംസാരിച്ചു. 1000 രൂപയ്ക്ക് താഴെ വരുന്ന യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സൗജന്യമായാണ് ക്യാമ്പിൽ ചെയ്തു കൊടുക്കുന്നത്. എറണാകുളം ജില്ലയിലെ 14 ബ്ലോക്കുകളുണ്ടല്ലോ. ഈ 14 ബ്ലോക്കുകളിലും ഓരോ ബ്ലോക്കുകളിലുമാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ മൊത്തം എറണാകുളത്ത് 20 ക്യാമ്പുകളാണ് നമ്മൾ. അപ്പോൾ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇന്ന് 14ാമത്തെ ബ്ലോക്ക് നടക്കുന്നത്. ഇനി ഇതൊരു റൊട്ടേഷൻ പോലെ ബാക്കി വരുന്ന ബ്ലോക്കുകളിലേക്കും ഇത് വീണ്ടും സർവീസ് ക്യാമ്പ് ആരംഭിക്കും. വരും ദിവസങ്ങളിലായിരിക്കും. ഈ ക്യാമ്പനുസരിച്ച് 1000 രൂപയുടെ സ്പെയർ പാർട്സ് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള സ്പെയർ പാർട്സിൻ്റെ സർവീസും ഫ്രീ ആയിരിക്കും. 1000-ന് മേലെ വരുന്ന കംപ്ലൈൻറ്റുകളാണ്, എക്സ്പെൻഡിച്ചറാണെങ്കിൽ അതിന് 25% ആണ് അതിൻ്റെ സബ്സിഡി. ബാക്കി 75% കർഷകർ കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ 2 രീതിയിലുള്ള ഒരു സ്ലാബുകളാണ് ഇതിൻ്റെ. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സർവീസ് ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 14ാമത്തെ ബ്ലോക്കിൻ്റെ സർവീസ് ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക നിലവാരമുള്ള മെഷീന്റെ സഹായത്തോടെ മൈക്ക ലാമിനേഷൻ പ്രസിംഗും കൂടാതെ CNC കട്ടിംഗുമായി പ്രീമിയം ട്രേഡിംഗ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF എന്നിവ കോൾ ഹൈഡ്രോളിക് പ്രസ്സിൽ ഒട്ടിച്ച് പാനൽ സോയിൽ കട്ട് ചെയ്ത് എഡ്ജിൽ PVC ബാൻഡ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ഇവിടെ നിന്നും ചെയ്തു തരുന്നു.